മലയാള സിനിമ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്ലാഷിനാണ് ഇത്തവണ ഓണത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബിഗ് എംഎസുകൾ ഇല്ലെങ്കിലും ബ്രഹ്മാണ്ഡ സിനിമകൾ ഒരുമിച്ച് ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുകയാണ്. വ്യത്യസ്ത ജോണറുകളുമായി സൂപ്പർ താരങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ സിനിമാ പ്രേമികളും ആവേശത്തിലാണ്. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, നിവിൻ പോളി എന്നിവരാണ് ഇത്തവണ ഓണത്തിന് ബോക്സ് ഓഫീസ് പോരിന് ഇറങ്ങുന്നത്. മൂന്ന് പേരും ഒരുമിച്ച് ക്ലാഷിനെത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഓരോ സിനിമകളും പ്രേക്ഷകരെ ഒരുപാട് കാത്തിരിക്കുന്നത് കൊടിയാണ്. ദുൽഖറും പൃഥ്വിരാജും ആദ്യമേ ഓണം റിലീസായി പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ നിവിനാണ് വരവറിയിച്ചത്. ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ബദലയും കുടുംബ യൂണിറ്റിലാണ് പുതിയ പോസ്റ്ററിലാണ് ഓണം റിലീസ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അനൗൺസ്മെന്റ് മുതൽ സിനിമാ പേജുകളിൽ ചിത്രം ചർച്ചയായിരുന്നു. സർവ്വമായ്ക്ക് ശേഷം ചെറുതായി അടിതെറ്റിയ നിവിൻ പോളി ഈ ചിത്രത്തിലൂടെ തിരിച്ചു വരുമെന്ന് ആരാധകർ കരുതുന്നു. നിവിന് ഒരു കൂടി ഈ ഓണം റേസിൽ പങ്കെടുക്കുമ്പോൾ മത്സരം കടത്തിയിരിക്കുകയാണ്. ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രങ്ങളുമായി ദുൽഖറും പൃഥ്വിയും എത്തുമ്പോൾ ഫീൽ ഗുഡ് ഡ്രാമയായിട്ടാണ് നിവിൻ്റെ വരവ്. ഓണം സീസണിൽ സിനിമയിൽ വന്നപ്പോൾ പലപ്പോഴും കപ്പം നേടിയ ചരിത്രമാണ് നിവിനുള്ളത്. അപ്പോഴൊക്കെ എതിരെ ഉണ്ടായിരുന്നത് ബിഗ് എം എസ് ആയിരുന്നു. അൽതാഫ് സലീമുമായി 2017 കൈകോർത്ത ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള ആ വർഷത്തെ ഓണം വിന്നറായി മാറി. അന്ന് എതിരെ ഉണ്ടായ മോഹൻലാലിൻ്റെ വെടിപാടിൻ്റെ പുസ്തകവും മമ്മൂട്ടിയുടെ പുള്ളിക്കാരൻ സ്റ്റാർ പൃഥ്വിരാജിന്റെ ആദം ജോൺ എന്നിവയെ തകർത്താണ് നിവിൻ കപ്പുയർത്തിയത്. ഫീൽ ഗുഡ് സിനിമ നിവിൻ പോളി തിളങ്ങുകയായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഓണത്തിന് നിവിൻ ക്ലാഷിനെത്തി. മോഹൻലാലിന്റെ 8 മണി, പൃഥ്വിയുടെ ബ്രദേഴ്സ് ഡേ എന്ന സിനിമകളായിട്ടായിരുന്നു ആ വർഷം കപ്പുപൊക്കിയത്. നിവിന്റെ ലവ് ആക്ഷൻ ഡ്രാമയായിരുന്നു. ഒരിക്കൽ കൂടി ഓണത്തിന് നിവിൻ എത്തുമ്പോൾ അടിതെറ്റി ദുൽഖറിന്റെ കിങ് ഓഫ് ഫിഫ്റ്റിയും നിവിൻ പോളിയുടെ രാമേന്ദ്ര ബോസ് ആൻഡ് ബോയ് എന്നീ ചിത്രങ്ങൾ നിരാശപ്പെടുത്തിയപ്പോൾ സർപ്രൈസ് ഹിറ്റായത് ആർഡിഎക്സ് ആയിരുന്നു. 3 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ഓണം ക്ലാഷിന് നിവിൻ തയ്യാറെടുക്കുകയാണ്. അയാൻ ഗെയിം എന്ന സ്പോർട്സ് ആക്ഷൻ ചിത്രമായി ദുൽഖറും ഖലീഫ എന്ന ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലറുമായി പൃഥ്വിരാജും കട്ടയ്ക്ക് കോമ്പിനേഷൻ നൽകുന്നത് ഉറപ്പാണ്. സേഫ് സോണായ ഫീൽ ഗുഡുമായി നിവിൻ വരുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. 3 സിനിമകളിൽ ആര് കപ്പു പൊക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോഴേ ആരംഭിച്ചു.